കൊന്നിച്ചിവ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ വീഡിയോ സൗണ്ട് മാറ്റിയിട്ടപ്പോൾ ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. എല്ലാവരും എന്നോട് എൻ്റെ സൗണ്ടിലാണ് സംസാരിക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ കൊന്നിച്ചിവ ഇത്ര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പോഴും സൗണ്ട് വന്നിട്ടില്ല, എന്നാലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് പനിയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ കാലത്തന്നെ നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഒനിഗിരിയും പഴമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ജപ്പാനിൽ ഇപ്പോഴും ആൾക്കാർ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യും. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് യൂസ് ചെയ്യും. അപ്പൊ എനിക്ക് പനിയുള്ള കാര്യം കൊണ്ട് ഞാൻ മാസ്ക് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിൽ ചെന്നാൽ എല്ലാവരും ചോദിക്കും പനിയായിട്ട് എന്താ മാസ്ക് വയ്ക്കാത്തതെന്ന് ചോദിക്കും. അത് നല്ലതല്ലല്ലോ. അപ്പൊ നമ്മൾ മാസ്ക് വെച്ചിട്ട് പോകണം. അങ്ങനെ നമ്മൾ ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ജപ്പാനിൽ കൊറോണയും ഇൻഫ്ലുവൻസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലായിടത്തും പനിയാണ്. എന്റെ ഓഫീസിലും കുറെ ആൾക്കാർക്കൊക്കെ പനിയാണ്. എല്ലാവരും ഇങ്ങനെ ലീവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച തന്നെ പനിയായിട്ട് ഇഷ്ടംപോലെ പേര് ലീവ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓഫീസിൽ എത്തിയപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ട്രാവലൊക്കെ ചെയ്തതുകൊണ്ട്. പിന്നെ എനിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ലീവ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എടുക്കായിരുന്നു കേട്ടോ. മീറ്റിംഗ് നമുക്ക് വരുന്നത് 4:30-ക്കാണ് കേട്ടോ. ഇപ്പൊ ഒരു 11 മണി 11:30 സമയമായിട്ടുള്ളൂ. ഇപ്പൊ ചെറുതായിട്ട് ബ്രേക്ക് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. മൗണ്ട് ഫൂജി നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ലഞ്ച് ടൈമിൽ നമ്മൾ കാലത്ത് വാങ്ങിച്ച പഴമാണ് കേട്ടോ കഴിച്ചത്. പഴമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായിട്ടോ, ചുമച്ചു തുടങ്ങിയാണ് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ മീറ്റിങ്ങിനൊന്നും നിന്നില്ല. ഞാനൊരു 3 മണി ആകുമ്പോഴേക്കും ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് എന്നെ പേടിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ ടേസ്റ്റ് പോയി, സ്മെല്ല് പോയി, ഇതിങ്ങനെയൊക്കെ പോയപ്പോൾ എനിക്ക് ഞാൻ തന്നെ വിചാരിച്ചു ഇനി കൊറോണ ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ക്ലിനിക്കിൽ പോയി. ഇനിയുള്ള കാര്യം കൊണ്ട് ക്ലിനിക്കിന്റെ പുറത്താണ് കേട്ടോ നമ്മൾ ഇരുന്നത്. അപ്പൊ മൂക്കിൽ മറ്റേ സംഭവമൊക്കെ കുത്തി കയറ്റി ടെസ്റ്റ് ചെയ്ത് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ എന്റെ പനിയൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ എടുക്കണത്. അപ്പൊ ബൈ ബൈ, ടേക്ക് കെയർ, ജമ്മദ.